ജയത്യതിബലോ ചതുർവേദവും പുരാണ ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും സംസ്കാര സമ്പന്നമായ ഒരു ജീവിതക്രമം സമ്മാനിക്കാൻ ഈടുനിന്ന ഭാരതമണ്ണിൽ വൈദേശിക നിന്ദയും അധിനിവേശത്വരയും അതിനെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധമുയർത്തി നേടിയ വിജയത്തിന്റെ സമകാലിക സമഞ്ജനയായി സരയൂ നദിക്കരയിൽ ഉയരുകയാണ് രാമക്ഷേത്രം. പരിപാവനമായ അയോധ്യയിൽ ശ്രീരാമന്റെ ജന്മഭൂമിയിൽ 3 വ്യാഴവട്ടക്കാലത്തെ അതിതീവ്ര പ്രയത്നം അതിന്റെ പരിസമാപ്തിയിലെത്തുകയാണ് ഈ ജനുവരി 22. 2 ലക്ഷം കോടി രൂപ ചെലവിട്ട് 72 ഏക്കറിൽ 54,000 ചതുരശ്ര അടിയിൽ പണിത ക്ഷേത്ര സമുച്ചയത്തിൽ ശ്രീരാമദേവന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ പോയകാല പാരമ്പര്യത്തിന്റെയും മഹിമയുടെയും അറ്റുപോയ കണ്ണി വിളക്കി ചേർക്കുകയാണ് ഭാരതം. ജനുവരി 22-ാം തീയതി അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ഭഗവാൻ ശ്രീരാമൻ്റെ നാമധേയത്തിലുള്ള ക്ഷേത്രം, ശ്രീരാമക്ഷേത്രം, ഭവ്യമായിട്ടുള്ള ശ്രീരാമക്ഷേത്രം പണി പൂർത്തിയായി അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ്. ഇതൊരു കേവലം ഭക്തിയുടെ മാത്രം വിഷയമായിട്ടല്ല, പകരം ഭാരതത്തിൻ്റെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഭരണത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടി അധിനിവേശ കാലത്ത് നമ്മളെ കൊള്ളയടിച്ച് നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള നിരവധി പൗരാണികമായിട്ടുള്ള നിരവധി വസ്തുക്കൾ ഉൾപ്പെടെ അതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം നടന്നിട്ടുള്ള ഒരു കാര്യം കൂടി എല്ലാവരുടെയും ഓർമ്മയിൽ ഞാൻ പറയുകയാണ്. ഇത് നമ്മുടെ രാജ്യത്ത് മാത്രം ആദ്യമായിട്ട് നടക്കുന്നൊരു കാര്യമല്ല. ലോകത്തിലെ എല്ലാ ജനതകളും അവരവരുടെ വേരുകൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. മറ്റു പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ അധിനിവേശ കാലം കഴിഞ്ഞ് ആരാധനാലയങ്ങളുടെ പ്രാരംഭ രൂപം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ രക്തരൂഷിതമായിട്ടുള്ള കലാപങ്ങളിൽ കലാശിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനപരമായിട്ടുള്ള ഒരു പരിശ്രമത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. 2019 പരമോന്നത കോടതിയുടെ ഉത്തരവ് ഈ കാര്യത്തിലുണ്ടായിട്ടുള്ളത്, അന്തിമ ഉത്തരവ്. ആ 2019 അന്തിമ ഉത്തരവ് വരുന്നതുവരെ നമ്മുടെ രാജ്യത്തെ ജനത, ദേശീയ ജനത അതിനുവേണ്ടി കാത്തുനിന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോടതി ഉത്തരവ് വന്നതിന് ശേഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്തു. സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ട്രസ്റ്റ് രൂപീകരിക്കണം എന്നുള്ളതായിരുന്നു. സർക്കാർ ആ ട്രസ്റ്റ് രൂപീകരിച്ചു. 1885 മുതൽ 138 വർഷക്കാലമായിട്ട് ഭാരതത്തിലെ സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം, അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രസ്റ്റ് രൂപീകരണം എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. നരേന്ദ്രമോദിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നതിനും മന്ത്രിയാവുന്നതിനും പ്രധാനമന്ത്രിയാവുന്നതിനുമൊക്കെ എത്രയാ കാലം മുമ്പ്, അദ്ദേഹം ഒരു സാധാരണ മന്ത്രി പോലും അല്ലാതിരുന്ന കാലം തൊട്ട് ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നുള്ള രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ ആഗ്രഹം, ആ ആഗ്രഹത്തിനൊപ്പം നിന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിൻ്റെ വേണ്ടിയിട്ടുള്ള രൂപീകരണത്തിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിജ്ഞാപത്രം, തെരഞ്ഞെടുപ്പുകളിൽ മറ്റെല്ലാവരും പുറത്തിറക്കുന്നത് പ്രകടന പത്രികയാണ്, ഭാരതീയ ജനതാ പാർട്ടി പുറത്തിറക്കാറ് സങ്കല്പപത്രമാണ്, പ്രതിജ്ഞാപത്രം. ആ പ്രതിജ്ഞാപത്രത്തിൽ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ശ്രീരാമ ജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പരമോന്നത കോടതിയുടെ ഉത്തരവ് കൂടി വന്നതിന് ശേഷം അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. ആ ട്രസ്റ്റ് രൂപീകരിച്ചതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ശ്രീരാമ ജന്മഭൂമി ട്രസ്റ്റാണ്. സർക്കാരും പ്രധാനമന്ത്രിയും അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിയമാനുസൃതമായിട്ട് എന്തൊക്കെ പിന്തുണയും സഹായവും ചെയ്യാമോ,
ഭരണഘടനാപരമായിട്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചെയ്തത്. ട്രസ്റ്റിൻ്റെ ക്ഷണപ്രകാരം ട്രസ്റ്റ് രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള നിരവധി ആളുകളെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാവരെയും ഈ പരിപാടിയിൽ വിളിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട്, CPMൻ്റെ സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ട്, BJPയുടെ പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയും അവർ ക്ഷണിച്ചു. പ്രധാനമന്ത്രി അതിൽ പങ്കെടുക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു പ്രത്യേകതയും വിവേചനവും ഒന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. മാത്രമല്ല, ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളമുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ ഭരണഘടന 1947 സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഔപചാരികമായിട്ട് അംഗീകരിച്ച ഭരണഘടനയുടെ ആദ്യ പ്രതി, ആ ആദ്യ പ്രതിയുടെ ഒറിജിനൽ പാർട്ടിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ചിത്രം ശ്രീരാമ സീതാ ലക്ഷ്മണന്മാരുടെ ചിത്രമാണ്. കാരണം മര്യാദ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമൻ സകല ജനങ്ങളുടെയും അവകാശങ്ങളുടെ സംരക്ഷകനാണ് എന്ന് ഈ രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്ന കാലം തൊട്ട്, അന്ന് BJPയും നരേന്ദ്രമോദിയോ ഒന്നും അല്ല ഈ ഭരണഘടന ഉണ്ടാക്കിയത്, ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ആ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗീകരിച്ചിട്ടുള്ള ചിത്രമാണ് ഭരണഘടനയുടെ പാർട്ട് 1 സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ വിശ്വസിച്ച രാമരാജ്യം, ആ രാമരാജ്യം എന്നുള്ള ആശയം ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഈ തരത്തിൽ നമ്മുടെ അധിനിവേശ കാലത്ത് ധാരാളം ഹൈന്ദവ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ തകർക്കപ്പെട്ടതിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ശ്രീരാമൻ്റെ ജന്മഭൂമിയായിട്ടുള്ള അയോധ്യയിൽ അവിടെ മാത്രമാണ് അത് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള ദീർഘകാലത്തെ ഒരു പരിശ്രമം വേണ്ടി വന്നിട്ടുള്ളത്. മറ്റു പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ പരിശ്രമം ലോകം മുഴുവനുള്ള സനാതനധർമ്മ വിശ്വാസികളുടെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ്. അത് ആരെങ്കിലും രാഷ്ട്രീയ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ തർക്കങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ശ്രീരാമ ജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ചടങ്ങ് അത് മുഴുവൻ ഭാരതീയരും ഏറ്റവും വലിയ ആഘോഷമാക്കി മാറ്റണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കെല്ലാവരോടും നടത്താൻ. നൂറ്റാണ്ടുകളായുള്ള ഭാരത ജനതയുടെ ഒരു വലിയ സ്വപ്നമാണ് ജനുവരി 22 സഫലമാകുന്നത്. ശ്രീരാമൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ അയോധ്യയിൽ ഒരു ഭവ്യ മന്ദിരം പണിയണം എന്നുള്ളത് ഭാരതത്തിലെ ജനങ്ങൾ ദീർഘകാലങ്ങളോളം ആഗ്രഹിച്ചതാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിരവധി പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ബാബറിൻ്റെ കാലത്ത് അധിനിവേശത്തിലൂടെ ശ്രീരാമൻ്റെ ജന്മസ്ഥാനം വികലമാക്കുകയും ശിഥിലമാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ശ്രീരാമ ജന്മഭൂമിയോട് കാണിച്ച ആ വൈദേശിക ശക്തികളുടെ നിന്ദയ്ക്ക് മറുപടി പറയുകയാണ് അടുത്ത 22-ാം തീയതി. ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ വികാര വിശ്വാസ സങ്കല്പങ്ങൾ തുടികൊട്ടുന്ന ഈ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഉജ്ജ്വലമായ പ്രതീകമായി മാറിയിരിക്കുന്നു. മഹാത്മാഗാന്ധി ഹേ റാം എന്നെപ്പോഴും ചൊല്ലാറുള്ളത് ആ രാമവികാരത്തോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു ആഭിമുഖ്യവും വിധേയത്വവുമാണ്. രാജ്ഘട്ടിൽ ഹേ റാം എന്ന് ഗാന്ധിജിയുടെ സമാധി മണ്ഡപത്തിൽ കുറിച്ചിട്ടിരിക്കുന്നതും രാഷ്ട്രപിതാവിൻ്റെ രാമഭക്തിയാണ് കാണിക്കുന്നത്. ഈ ഭാരതത്തിൽ രാമൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു വികാരമാണ്, വിശ്വാസമാണ്. മര്യാദ പുരുഷോത്തമൻ എന്നുള്ള നിലയ്ക്ക് ഭാരതത്തിൻ്റെ ദേശീയ പൈതൃകത്തിൻ്റെ കാവലാളെന്നുള്ള നിലയ്ക്ക് ജീവിത ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച
മഹാത്മാവെന്നുള്ള നിലയ്ക്ക് വളരെയേറെ സമാദരണീയനാണ് ശ്രീരാമചന്ദ്രൻ. രാമായണ കഥയിലുടനീളം കാണുന്ന സ്ഥലനാമങ്ങളെല്ലാം ഇന്നും ഭാരതത്തിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. കാരണം ഭാരതത്തിൻ്റെ മണ്ണ് രാമായണ കഥകൾ അന്തിയുറങ്ങും. ആ ശ്രീരാമചന്ദ്രൻ്റെ ജന്മസ്ഥലം വീണ്ടെടുത്ത് അവിടെ ഒരു ഭവ്യമായ പവിത്രമായ അഭിമാനകരമായ നിലയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കണം എന്നത് വളരെ വളരെ കാലമായി ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അതിനുവേണ്ടി രക്തം കൊടുത്തിട്ടുണ്ട്, ജീവൻ ബലി കൊടുത്തിട്ടുണ്ട്. ദീർഘനാളുകളോളം അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്, പ്രക്ഷോഭങ്ങളും മുന്നേറ്റങ്ങളും നടന്നിട്ടുണ്ട്. എല്ലാ എതിർപ്പുകളെയും വിമർശനങ്ങളെയും ശാരീരികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അക്രമങ്ങളെയും അധിനിവേശങ്ങളെയും എല്ലാം ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സ്വപ്നം 22-ാം തീയതി സഫലമാകുന്നത്. നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ എല്ലാ സമ്മേളനങ്ങളിലും ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ ഈ ഒരു ഉറപ്പ് അദ്ദേഹം വളരെ വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ നൽകിയിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴെല്ലാം ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. LK അഡ്വാനിയുടെ നേതൃത്വത്തിൽ സോമനാഥ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശത്ത് നിന്ന് ആരംഭിച്ച ശ്രീരാമ രഥയാത്ര ഈ ഭാരതത്തെ മുഴുവൻ ഇളക്കിമറിച്ചു. ജനസമൂഹം ഒന്നാകെ തന്നെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്നത് നാം കണ്ടതാണ്. അത്രമാത്രം ജനങ്ങളുടെ ഹൃദയവികാരവും ഹൃദയത്തുടിപ്പും ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ഒരു വലിയ വിശ്വാസമാണ് ശ്രീരാമചന്ദ്രനുള്ളത്. അത് ആ യാത്രയിൽ തന്നെ പ്രകടമായിരുന്നു. അതുപോലെ തന്നെ മറ്റു പല സന്ദർഭങ്ങളിലും ഇവിടെ ഡച്ചുകാരും പോർട്ടീസുകാരും ബ്രിട്ടീഷുകാരും മുഗളന്മാരും ഒക്കെ ഭരിച്ചിരുന്ന കാലത്ത് അവർ അടിച്ചേൽപ്പിച്ച അടിമത്തത്തിൻ്റെ അവശേഷിപ്പുകളെ എല്ലാം തന്നെ തൂത്തെറിയുവാൻ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായി. അവരുടെ ഉള്ളിൽ അടങ്ങാത്ത ഒടുങ്ങാത്ത ആഗ്രഹങ്ങൾ, ദാഹമുണ്ടായിരുന്നു. അത് ദേശീയ വികാരമാണ്. നമ്മുടെ നാട്, നമ്മുടെ നാടിൻ്റെ പൈതൃകം, നമ്മുടെ നാടിൻ്റെ സംസ്കാരം, നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം, നമ്മുടെ നാടിൻ്റെ ധർമ്മം, അങ്ങനെ നാടിനെക്കുറിച്ച് ചിന്തിക്കാനും നാടിൻ്റെ അഭിമാനകരമായ ആ ഒരു ചരിത്ര ശേഷിപ്പുകളെ എല്ലാം ആദരിക്കാനും അതിനെ നവീകരിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊടുക്കാനും ഉള്ള വ്യഗ്രത നാം കാട്ടുകയുണ്ടായി. നമുക്ക് തന്നെ ഈ കേരളത്തിൽ തന്നെ അറിയാം, ഈ വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ, ആ വിക്ടോറിയ രാജ്ഞിയുടെ VJT ഹാൾ എന്തുകൊണ്ടാണ് ആ പേര് മാറ്റിയത്? കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു ശേഷിപ്പായി ആ രാജ്ഞിയുടെ പേര് അവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ആ ഹാളിൻ്റെ പേര് മാറ്റിയത്. അത് അയ്യങ്കാളി ഹാളായി മാറി. പല റോഡുകളും ഇവിടെ മുഗളന്മാരുടെയും രാജാക്കന്മാരുടെയും ബ്രിട്ടീഷ് സേനാധിപതികളുടെയും ഒക്കെ പേരിലുണ്ടായിരുന്നു. അതെല്ലാം മാറി. കാരണം ഈ നാടിൻ്റെ മഹത്തായ പൈതൃകം, ഈ നാട്ടിൽ വേരോട്ടമുള്ള നമ്മുടെ മഹത്തായ സാംസ്കാരിക ആ ചിന്തകൾ, അതിനെ മുഴുവൻ പുനരുജ്ജീവിപ്പിച്ച് നവീകരിച്ച് നാട്ടിലൊരു നവോത്ഥാനം ഉണ്ടാവുക എന്നുള്ളതാണ്. തീർച്ചയായും അയോധ്യയിൽ ഒരു സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും സമൂർത്തമായ ഒരു പ്രകടിതമായ ഒരു ചടങ്ങാണ് ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഭാരതത്തിൻ്റെ ഏറ്റവും പ്രാചീനമായ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് കാശിയും അയോധ്യയും മധുരയും. അതിൽ അയോധ്യയിലെ ശ്രീരാംലല്ലയുടെ ക്ഷേത്രം പുനർനിർമ്മാണം കഴിഞ്ഞ് ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠ നടക്കുന്നതോടുകൂടി നശിപ്പിക്കപ്പെട്ടു പോയിരുന്ന ആ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ ജനങ്ങളുടെ ഇന്ത്യൻ വിശ്വാസത്തിൻ്റെ ഏറ്റവും ആധികാരികമായ ശിലകളിൽ ഒന്ന് തിരിച്ചെത്തുകയാണ്.
ഇതിനുവേണ്ടി കഴിഞ്ഞ 500 വർഷങ്ങളോളം നിരവധി തലമുറകൾ നിരവധി ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ആ ത്യാഗങ്ങളുടെയും അതിനുവേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും തീക്ഷണമായ പ്രവർത്തനങ്ങളുടെയും അവസാന ഫലമാണ് ഈ വരുന്ന ജനുവരി 22-ാം തീയതി സഫലീകരിക്കപ്പെടുന്നത്. തീർച്ചയായും ഇത് ഇന്ത്യയുടെ സംസ്കാരം വീണ്ടെടുക്കുന്നതിനുള്ള മോഡിജി സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ വലിയ ഒരു വിജയമായിരിക്കും. അതുപോലെ അഭിമാനിയായ ഓരോ ഇന്ത്യക്കാരനും തികച്ചും അഭിമാനിക്കാവുന്ന ഒരു നിമിഷവുമായിരിക്കും.